അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യാത്രാ മോഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഞായറാഴ്ച പുതിയൊരു ട്രിപ്പായിട്ട് ഇറങ്ങിയതാട്ടോ. നമ്മൾ നിലവിലിപ്പം ആതിരപ്പള്ളി പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോണേ? ആതിരപ്പള്ളി പിന്നെ പാലക്കാടൊക്കെ വഴി അങ്ങനെ സ്ഥലമൊന്നുമില്ല. രാവിലെ ചുമ്മാ അങ്ങ് പോകാമെന്ന് ഓർത്ത് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റിൻ്റെ ഇവിടെ നിന്ന് പേര് എഴുതി കൊടുത്തിട്ട് വന്നേ ഉള്ളൂ. പാസ്സാണ് അവിടെ ഒന്നുമില്ല, ജസ്റ്റ് എവിടെയാണെന്ന് മാത്രമേ ഉള്ളൂ. എഴുതി കൊടുത്താൽ മതിയോ? അപ്പോൾ എന്തായാലും നമ്മുടെ റൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പോണ വഴി കൂടുതൽ വിശേഷങ്ങൾ പറയാം. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ആതിരപ്പള്ളി റൂട്ടിലാണ്. റോഡൊക്കെ അക്രമം, പിന്നെ പടക്കുതിര ആയതുകൊണ്ട് കുഴപ്പമില്ല. റോഡ് മുഴുവൻ ഗോമാതാക്കളാണല്ലോ. കാട്ടുപശുവാന്ന് തോന്നുന്നു. കാട്ടുപശു അല്ലേ? ഡോ കാട്ടുപശുവിന് കയറോ കഴുത്തൽ? കാട്ടുപശുവല്ല കുറേ എണ്ണം കാട്ടുപശുവാന്ന് തോന്നുന്നു കേട്ടോ. റോഡിൻ്റെ അവസ്ഥ ഇതാ. പക്ഷെ എന്തായാലും രാവിലെ അവിടെയൊക്കെ ഫുള്ള് കോടാണ്. എന്തായാലും ആനേനെ കിട്ടുമെന്നുള്ള ഒരു തെരച്ചിലാണ് നമ്മൾ. നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ആതിരപ്പള്ളി എത്തി. കാട്ടിൽ ആനേനെയും പുലിനെയും ഒന്നും കിട്ടിയില്ല. പുലിയില്ല, ആനയും ആകെ കുറേ പശു മാത്രം ആകെ ഉണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും അതുകൊണ്ട് നമ്മൾ വെള്ളച്ചാട്ടം കണ്ടിട്ട് ബാക്കി കഥകളിലേക്ക് പോകാം. അതുകൊണ്ടാണ് കൂടുതൽ കാട്ടിലെ കഥകളൊന്നും പറയാത്തത്. എന്തായാലും ടിക്കറ്റിന് 60 രൂപ വെച്ച് 180 നമ്മുടെ വണ്ടിക്ക് ജീപ്പിന് 40 രൂപ അടിച്ച് 220 രൂപ രാവിലെ തന്നെ അടിച്ച് വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി കാഴ്ച വെള്ളച്ചാട്ടം. അപ്പോൾ എന്തായാലും നമ്മളിത് ടിക്കറ്റൊക്കെ എടുത്ത് നടപ്പ് തുടങ്ങി. പണ്ട് ഞാനിവിടെ വന്നപ്പം, പണ്ടല്ലോ 1-2 വർഷം മുമ്പ് വന്നു കഴിഞ്ഞപ്പം കുറേ പേട്ട് കുരങ്ങന്മാരുണ്ടായിരുന്നു. ഇത്രയും അന്തസ്സില്ലാത്ത വൃത്തികെട്ട കുരങ്ങന്മാർ. തിന്നാനുള്ളൊരു സാധനം കയ്യിലുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ കയറുമത്ത്. എന്തിലാട്ടെ, നമുക്ക് അങ്ങ് താഴെ വെള്ളം ചാടുന്ന ഒച്ച കേൾക്കാം. എന്തായാലും പണി പാളിയെന്ന് തോന്നുന്നു. തുള്ളി വെള്ളമില്ല, തുള്ളിയല്ല, നമ്മുടെ സാധാരണ ഉള്ള ലെവലിലുള്ളൊരു വെള്ളമൊന്നും ഇല്ല എന്തായാലും. എന്തായാലും വന്ന സ്ഥിതിക്ക് താഴെ വരെ പോയി നോക്കാം എന്നുള്ളൊരു മൈൻഡിലാണ്. കേട്ടോ, വഴിമാറിടും. നല്ല ഗ്രിപ്പ് കേട്ടോ. നടപ്പ് വഴിയാണ് കുറച്ച് സീൻ. അക്രമ വഴി തന്നെ. അമ്മാര് ഗ്രിപ്പൊക്കെ പിടിച്ച് വരുന്നുണ്ട്. എന്താണോ എന്തോ. ഇജാതി ഹെയർ പിൻ കയറുവ്. ഇതിലേ ഇറങ്ങി അതിലേ പോയി. അവിടെ അങ്ങറ്റത്ത് കാണാം കേട്ടോ വെള്ളച്ചാട്ടം. ഇന്ന് ഏതാണോ ദിവസം? ഇന്ന് പിന്നെ വയ്യേ തുടങ്ങിയുള്ളല്ലോ. പുത്തൻ അടിബാസ്. ഞായറാഴ്ച ആയിട്ടും തിരക്കൊന്നും ഇല്ലാത്ത. നമ്മൾ ഒത്തിരി നേരത്തെ പോയി. 9 മണിയായില്ലേ? 9:15. പക്ഷെ എന്താണെന്നറിയില്ല, തിരക്കില്ല. എന്തായാലും വെള്ളം കുറച്ച് അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളം കാണാം. പോകുന്നതാണ് നല്ല രസമുണ്ട്. ബ്രേക്കൊക്കെ പിടിച്ച് പറ്റി തടിലോറിയൊക്കെ ഇറങ്ങി പോകുന്ന പോലെ. ഹൈ. അപ്പോൾ എന്തായാലും നമ്മൾ താഴെ എത്തിയിട്ടോ. പ്രതീക്ഷ പോലെ അത്രയും വെള്ളമുണ്ടായിരുന്നില്ല. ഒച്ച മാത്രം മുകളിൽ നിന്ന് കേട്ട പോലെ തന്നെ. പക്ഷെ ഒറ്റ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആൾക്കാരൊന്നുമില്ല. ഞാൻ സാധാരണ ഇതിനു മുമ്പ് എന്ത് വന്നാലും എന്ന് വന്നിട്ടുണ്ടെങ്കിലും അക്രമ തിരക്കായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക് കുറവ്. അത് ഇത്രയും ഒരു അവധി ദിവസമായിട്ട്. എനിക്കൊന്നും മഴയൊക്കെ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്തായാലും അക്കാര്യത്തിൽ ഭാഗ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് വെള്ളം വേണമായിരുന്നു. വെള്ളം എന്തായാലും ഇല്ല. എന്തായാലും നമുക്കൊരു മണ്ടത്തരം പറ്റി. നമ്മുടെ ഈ കാര്യം പറഞ്ഞ ഡ്രോണൊക്കെ ഉണ്ടായിരുന്നു. നമുക്കത് പറത്താൻ പറ്റിയില്ല. നമ്മൾ താഴെ റെസ്ട്രിക്റ്റഡ് ആണെന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഇരുന്നത്. പക്ഷെ എന്തായാലും അവൻ്റെ മെക്കിട്ട് കയറിയാണ്. എന്തായാലും ഇവിടെ നിന്ന് പറഞ്ഞാൽ പറത്താന്ന് ഓർത്തിട്ടാണ്. അപ്പം എന്തായാലും നമ്മൾ ഡ്രോൺ നേരെ അങ്ങോട്ട് വിടുക. നമുക്കെന്തായാലും ദൂരേന്ന് പോയി അവിടെ മുഴുവൻ പേട്ട് കുരങ്ങന്മാർ. അതാണ് പേടി. ചാടി പിടിക്കാവോ കുരങ്ങനൊക്കെ?
ഐലൻഡൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കവ ഐലൻഡൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. വാഴാനി ഡാം വരെ പോയി നമുക്ക് വിളിച്ചിട്ട് വരാം. അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് നമ്മുടെ ഹൈവേയിലേക്ക് കയറുന്നുള്ളൂ. നമ്മൾ ഇടയ്ക്ക് പൊരി വെയിൽ, ഇടയ്ക്ക് കട്ട മഴ, അങ്ങനെ ഫുള്ള് വെറൈറ്റി ക്ലൈമറ്റ്സ്. വേർത്ത് കുളിച്ച് നിലവിൽ എൻ്റെ അമ്മേ താഴേന്നൊരു ഫുഡൊക്കെ അടിച്ച് കയറ്റിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടാന്ന് തോന്നുന്നു. ഇവന് വയ്യേ. ആഹാ, ഡാം നിറച്ച് വെള്ളമാണല്ലോ. ഇതിന് ഏതാണ് ഡാമിന് പേരിട്ടെ? എടാ, ഇജാതി ദാരിദ്ര്യം പിടിച്ച് ഡാമിൻ്റെ ജീവിതത്തെ ആദ്യമായിട്ടാണ്. എന്ത് വെള്ളമാടാ. വാഴാനി ഡാം ഒരു മണ്ടൻ തീരുമാനമായിരുന്നു എന്ന് തോന്നുന്നുണ്ടല്ലേ? എങ്ങനെയുണ്ട്? ഉരുകിപ്പോയി. പൊരി വെയിലത്ത് ഡാമിൻ്റെ പുറത്തോടെ നടക്കുകയും ചെയ്യണം. എന്ത് കഷ്ടം നോക്കണം. വെള്ളമുണ്ടോ? അതുമില്ല. കാര്യം മഴക്കാലമൊക്കെ ആവുകയും ചെയ്തു, വെള്ളമില്ല. കുറേ പേട്ട് പരുന്നുണ്ട്. എടുക്കാനൊന്നും വയ്യ, ഫുള്ള് മടുത്ത്. ഇതാട്ടോ നമ്മുടെ ഷട്ടർ. വെള്ളമില്ല. വേണ്ട, നമ്മുടെ തൂക്കുവാലം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആകെ എനിക്കിഷ്ടപ്പെട്ടൊരു സാധനം നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സെറ്റപ്പാട്ടോ. ഒരു തൂക്കുവാലമുണ്ട്. തൂക്കുവാലത്തിന് താഴോട്ടുള്ള കാഴ്ച അടിപൊളിയാണ്. പക്ഷെ നമ്മൾ മഴക്കാലം തുടങ്ങിയുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഡാമൊക്കെ തുറക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അടിപൊളിയാന്ന് തോന്നുന്നു. എന്തായാലും പിന്നെ ആതിരപ്പള്ളി പോലൊന്നുമില്ല. ഇവിടെ പ്രവേശന ഫീസ് വെറും 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ. കാറിനാണേലും എത്രയായിരുന്നില്ല, കാറിന് 10 രൂപ 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ വേണേൽ പറയാം. പിന്നെ ഇതിനു വേണ്ടി തന്നെ മെനക്കെട്ട് ഇങ്ങോട്ട് വരണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഡാമൊക്കെ നിറഞ്ഞ് നല്ല മഴക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആട്ടോ. കാരണം ഇപ്പം നിങ്ങളാണെങ്കിലും കണ്ട വീഡിയോയിൽ കാണിച്ച പോലെ അധികം വെള്ളമൊന്നുമില്ല. അധികമൊന്നുമില്ല, പകുതി കാൽഭാഗം വെള്ളം പോലില്ല. ആ ഷട്ടറിനൊക്കെ ചോട്ടിപ്പോലും വെള്ളമില്ല. അപ്പം ഡാമൊന്ന്, പിന്നെ ഈ തൂക്കുവാലം, പിന്നെ പിള്ളേർക്കൊക്കെ കുറേ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നും എക്സ്ട്രാ പൈസ കൊടുക്കണ്ടെന്ന് തോന്നുന്നു, ഒന്നും കണ്ടില്ല. പാർക്കുണ്ട്, പിന്നെ കുറേ ഊഞ്ഞാൽ മരത്തിലൊക്കെ കിട്ടി, കുറച്ച് എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറേ സാധനമൊക്കെ പടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വന്നു കഴിഞ്ഞ് ആ ഡാമിൻ്റെ മണ്ടയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സുഖം കേട്ടോ. കട്ട വെയിലോ കാര്യം പറഞ്ഞാൽ ഫുള്ള് നല്ല സൂപ്പർ തണൽ. ഒരു കുഞ്ഞ് ഷട്ടറും കൂടെ കിട്ടി കേട്ടോ. ഷട്ടർ ഇട്ടേക്കുവാന്ന് തോന്നുന്നു. എൻ്റെ ചീഞ്ഞ മണം. ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കപ്പിൾ ഗോൾസിൻ്റെ മേളയാണ് ഇവിടെ. കപ്പിൾ ഗോൾസോട് കപ്പിൾ ഗോൾസ്. ആ ഡിപ്രഷനായിട്ട് മയിലിൻ്റെ ശബ്ദമില്ല കേട്ടോ. ഗാർഡൻ കൊള്ളാല്. റെക്കോർഡ് ചെയ്തേക്കല്ലേ, ഷൂട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ഒന്നത് ഇങ്ങനെ പേടിക്കാതാ. സ്പീഡ് കൂടുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ എന്തായാലും നമ്മൾ വാഴാനി ഡാമിനോട് ബൈ പറഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ എങ്ങോട്ടാടാ? തളിയോ? അവിടെ തന്നെ എരുമപ്പെട്ടി തളി. അവിടെ തന്നെ ഉള്ളത്? അവിടെ ഒന്നുമില്ല, കുറെ മയില് കാണും വഴിയിൽ മൊത്തം. ഒരു കാട്ടുപ്രദേശമാണ്. ഒരു കാട്ടുപ്രദേശത്തേക്ക് അന്ന് നമ്മളെ പടം നയിക്കുന്നതാണെന്നാണ് അവകാശപ്പെട്ടേക്കുന്നത്. പോയി നോക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിച്ച് ഇന്നിനിയിപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ നമ്മൾ പാലക്കാട് പോയി തിരിച്ചു വന്നു. പ്രത്യേകിച്ച് അവിടെ കാഴ്ചകളായിട്ട് കാണിക്കാൻ പാകത്തിനൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ഇന്നത്തെ കാഴ്ച നിലവിൽ നമ്മൾ നമ്മുടെ എറണാകുളത്തിനുള്ള യാത്രയിൽ നമ്മുടെ NH നിന്ന് അവസാനിപ്പിക്കാൻ ഓർത്തു. വന്നു, കിടിലിനൊരു പാടവും കിട്ടി.
ഡ്രോൺ വെച്ചിട്ട് ഒരു ലാസ്റ്റ് ഒരു ഷോട്ടും കൂടെ ഹൈവേന്ന് എടുത്തിട്ട് നമുക്ക് നിർത്താമെന്ന് ഓർത്തു. അണ്ണൻ്റെ ഇവിടെ റെഡി ആയി നിൽപ്പുണ്ട്. ഇവൻ്റെ ഒരു ഷോട്ടോട് കൂടി നമ്മൾ ഇന്നത്തെ പരിപാടി നടത്തും. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.